ഇത് നോക്കിയാടാ എന്താ മീൻ പിടിക്കുന്ന റീല് എടാ ഇല്ല മീൻ. എടാ നമുക്കും പോവാ മീൻ പിടിക്കാൻ. കിട്ടുക മഴക്കാലല്ലേ കിട്ടൂല, എല്ലാരും ചൂണ്ടിടുന്നുണ്ട്. നമുക്ക് പോവാ എന്നാ പിന്നെ ഗൈസ്. അപ്പൊ നമ്മ മീനെ കിട്ടുമോ നോക്കാൻ വേണ്ടി പോവേ. നമുക്ക് പോയി നോക്കാം. സംശയമൊന്നുമില്ലല്ലോ അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ മീൻ അന്വേഷിച്ചാൽ നമുക്കൊരു ഞണ്ടിനെ കിട്ടിയിട്ടില്ല കേട്ടാ. അത്യാവശ്യം നല്ല വെളുപ്പിലെ ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോ കാണാം. നേരെ വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരു കല്ല് തപ്പി നടക്കാം. നമുക്ക് ഒരു ഞണ്ടിന്റെ ഒരു ഷേപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു കല്ലുണ്ടോ എന്ന് നമുക്ക് ഇടയിൽ നോക്കാം. ഗായ്സ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അതിന്റെ ഒരു ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഞണ്ടിന്റെ ബോഡിയുടെ ഒരു ഷേപ്പ് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. ഇവരൊന്നും കേട്ടാ എന്താ വിചാരിക്കുക? ഇല്ല, ഇത് നമുക്ക് അങ്ങോട്ട് പിടിക്കാം. അപ്പൊ നമ്മള് ഇതാ ഈ കാണുന്ന സ്ഥലത്താണ് ഞണ്ടിനെ ഉണ്ടാകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു വേസ്റ്റ് എല്ലാം ഇല്ല, ഇലയും കാടെല്ലാം ഉണ്ട്. നമുക്ക് അതൊന്ന് വൃത്തിയാക്കി എടുക്കാം, ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലം എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കണ്ട കല്ലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇടാം. അപ്പൊ നമ്മൾ ഈ കല്ലെടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൈസായിട്ടുള്ള കയ്യും കാലും ഇതിന്റെ പുറത്തെല്ലാം ഒന്ന് മണ്ണ് തേച്ചെടുക്കണം. അപ്പൊ നമുക്ക് അതിനായിട്ടുള്ള ചളി വയച്ചെടുക്കാം. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് ചവിട്ടി കുഴക്കണം. ആരെങ്കിലും മണ്ണിപ്പണി എടുക്കും ഗായ്സ്. അത്ര മണ്ണിൽ പണി. അപ്പൊ നമ്മുടെ ഞണ്ടിന്റെ ബോഡി ഇതാ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ കല്ലിനൊരു ചെറിയ ചെരിവുണ്ട്, അത് നമുക്ക് ഒഴിവാക്കി എടുക്കണം. ഈ സൈഡിലാണ് ഇപ്പൊ പൊങ്ങിയിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിന്റെ ലെവലിൽ മണ്ണിട്ടിട്ട് ഇതിന് കാലെല്ലാം വെച്ച് കൊടുക്കണം. ഓക്കെ. അപ്പൊ നമ്മള് ഞണ്ടിന്റെ കൈ വെച്ച് കൊടുക്കാൻ പോകാന്ന്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒരു കല്ല് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 3 കഷ്ണമായിട്ടാണ് ഞണ്ടിന്റെ കൈ നമ്മൾ ഫോട്ടോത്തിലെല്ലാം കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കഷ്ണം, ഇങ്ങനെ ഒരു കഷ്ണം, പിന്നെ ഇവിടെ വലിയ ഈർക്കുന്ന കല്ല്. അങ്ങനെ നമുക്ക് ഇത് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ നമ്മൾ കല്ല് വെച്ചാൽ അത്ര ചളി കുറഞ്ഞു കിട്ടുമല്ലോ. സ്പേസ് കല്ല് വെക്കുമ്പോൾ അത്രയും സ്പേസ് കുറഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് ഇതിവിടെ സെറ്റ് ആക്കി എടുക്കാം.
There's a sparkle in your eye that believes in feelings. You can find a paradise within your heart. You can find what I despise within your mind. All the dangers that they're made up, you believe what they say. Through the heartache, I would stargaze, no invasion today. We've come this far, through wind and rain alone. So take your chances to embrace the waterfall. നമ്മുടെ ഞണ്ടിന്റെ ഏകദേശം പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു കണ്ണ് വെച്ച് കൊടുക്കാം. അതിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വീഡിയോ വെച്ച് കൊടുക്കാം. ഇവിടെ അല്ലേ? Settle down in the place of dreams. Float away in the scenery. Take a backpack of what you need. Let's explore the world we see. All the dangers have been made up. You believe what they say. Through the heartache, I would stargaze. No invasion today. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ കേട്ടോ. നമ്മ ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. We've come this far, through wind and rain alone. So take your chances to embrace the waterfall. അപ്പോൾ ഇതത്ര ഒരു ഇതില്ല, ഇത് സ്മൂത്ത് ഇല്ല, ഒരു മിനുസാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ തേപ്പ് കത്തി എടുത്തിട്ട് ഒന്ന് ഒരു മിനുസാക്കാം. പരിപാടി ഏകദേശം കംപ്ലീറ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മൾ ഇതുപോലെ തേപ്പത്തി എടുത്തിട്ട് ഇത് ഫുള്ള് കുറച്ച് വെള്ളമെല്ലാം നനച്ച് തേച്ച് മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റിസൾട്ട് കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ ക്ലേയിലെ ഫസ്റ്റത്തെ പരീക്ഷണമാണ്. ക്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെടുത്ത പറമ്പിലുണ്ടായ മണ്ണാണ്. എന്നാലും നമ്മൾ ഇതാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല, ഇങ്ങനെ ഇറങ്ങിയതാണ്. എന്നാലും ഇപ്പോൾ അവസാനം നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അടിയിൽ രേഖപ്പെടുത്തണം.